നമ്മൾ ആദ്യം പറഞ്ഞു, ഇതിനെല്ലാം കഴിവുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നീയാകുന്ന മനുഷ്യ നിസ്സാരനാണ് നീ. നിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കേവലം ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും ഒരു മാതൃകയില്ലാതെ മുമ്പേ പടച്ചിട്ടുള്ളതാണ്. പിന്നീട് പടച്ചു വലുതായി നീ മണ്ണോട് ചേർത്താൽ അവിടെ മണ്ണിലെങ്കിൽ നീ ബാക്കിയുണ്ട്. അതിൽ നിന്നും നിന്നെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇതൊന്നും പോലെ വലിയൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അതിപ്പോൾ കോടാനുകോടികൾ മനുഷ്യരെ കൂട്ടിയാൽ പോലും, ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനം വരെയുള്ള മനുഷ്യരെല്ലാവരും കൂടിയാൽ പോലും അത് ഭൂമി നിറഞ്ഞു പോവോ? ഇല്ല. അവരെല്ലാവരും ഇപ്പോൾ ഈ ഭൂമിൻ്റെ അകത്തുണ്ട്. അത് വേറൊരു പ്രത്യേകതയാണ് ഭൂമിയുടെ. ജീവിച്ച് മരിച്ചു പോകുന്ന മനുഷ്യരൊക്കെ ഈ ഭൂമിൻ്റെ അകത്ത് തന്നെ മണ്ണായി നിൽക്കുകയാണ്. ഭൂമി എന്നിട്ട് വലുതായി പോകുന്നുണ്ടോ? എത്ര കോടാനുകോടി മനുഷ്യരാണ് ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത്? എത്ര കോടാനുകോടി മനുഷ്യരാണ് ഇതിന് മുകളിൽ സഞ്ചരിച്ച് ജീവനോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവരെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ സൂറത്തിന്റെ ആയത്തിൽ പറഞ്ഞതുപോലെ ഒരൊറ്റ ഒരു ഘോര ശബ്ദം മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാവരും ഇതിന്റെ അടിയിൽ നിന്നും നിഷ്പ്രയാസം പുറത്തേക്ക് വരുന്നതാണ്. ഇതൊന്നും സൃഷ്ടിക്കുന്നത് പോലെയുള്ള പ്രയാസമുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിൽ സംശയിച്ചുകൊണ്ട് നിങ്ങൾ അന്ത്യനാളിനെ നിഷേധിക്കേണ്ടതില്ല, വിചാരണയെ നിഷേധിക്കേണ്ടതില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം, അതിൻ്റെ യഥാർത്ഥ വിശദീകരണം, ഇതിൻ്റെ തഫ്സീർ പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആൻ കൊണ്ട് ഉപകാരം ലഭിക്കുന്ന നാളെ പരലോകത്ത് അത് നമുക്ക് മുതൽക്കൂട്ടാകുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു അന്നാസിആത്താണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. സൂറത്തു നാസിആത്തിൽ ആദ്യത്തെ 26 ആയത്തുകൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നമ്മൾ പറഞ്ഞു അതിൻ്റെ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിച്ചിട്ടുള്ളത്. വന്നാസിആതി ഗർഖാ വന്നാശിതാതി നഷ്താ വസ്സാബിഹാതി സബ്ഹാ ഫസ്സാബിഖാതി സബ്ഖാ ഫൽമുദബ്ബിറാതി അംറ എന്ന് തുടങ്ങുന്ന 5 ആയത്തുകളിൽ മലായിക്കത്തുകൾ മരണവേളയിൽ റൂഹ് ഒരു മുഅ്മിനിൻ്റെ എങ്ങനെയാണ് പിടിക്കുക, അതുപോലെ തന്നെ ഒരു സത്യനിഷേധിയുടെ കാഫിറിൻ്റെ എങ്ങനെയാണ് പിടിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് അതിൽ വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിനുശേഷം സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു, അല്ലാഹു ഖുർആനിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും അവർ അനുഭവിക്കുന്ന വേദനകൾക്കും പീഡനങ്ങൾക്കുമൊക്കെ അതിൽ നിന്നൊരാശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടി പലപ്പോഴും കഴിഞ്ഞുപോയ സമുദായങ്ങളെ നബിമാരുടെ ചരിത്രങ്ങൾ വിവരിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ അല്ലാഹു തആല ഈ സൂറത്തിലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നത് കാണാൻ സാധിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൻ്റെ അടുക്കലേക്ക് പോയി ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചതും, എന്നാൽ ആ ഫിർഔൻ കടുത്ത ധിക്കാരം കാണിക്കുകയും അങ്ങനെ ഞാൻ തന്നെയാണ് അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഉന്നതനായ റബ്ബെന്ന് പറഞ്ഞ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും കൂട്ടരെയും പീഡിപ്പിച്ചതും അതുപോലെ അവരെ പ്രയാസപ്പെടുത്തിയതുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ ആദ്യം തുടങ്ങിയിടത്തേക്ക് തന്നെ വീണ്ടും വരികയാണ്. അഥവാ മക്കാ മുശ്രിക്കുകൾ പരലോകത്തെ നിഷേധിക്കുന്നുണ്ട്, മരണശേഷമുള്ള ജീവിതത്തെ നിഷേധിക്കുന്നുണ്ട്. അപ്പം അല്ലാഹു തആല ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തിൽ മലായിക്കത്തുകളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. കാരണം മലായിക്കത്തുകളാണ് യഥാർത്ഥത്തിൽ ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഇടയിലുള്ള ആ മരണം എന്ന് പറയുന്ന കാര്യം, ആ മഹത്തായ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ മലക്കുകൾ നിങ്ങൾ വരും, നിങ്ങളുടെ അടുക്കലേക്ക് വരും, നിങ്ങളത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നിങ്ങളുടെ പരലോകം നിങ്ങൾ കണ്ടുമുട്ടും, വേദനാജകമായ പരലോകം മുശ്രിക്കുകളെ നിങ്ങൾക്ക് കാണാനുണ്ട് എന്ന സൂചന നൽകിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളും അതിനുശേഷമുള്ള ജീവിതവും സൃഷ്ടിക്കാൻ അള്ളാഹുവിന് വളരെ എളുപ്പമാണ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അത്രമേൽ വലുതാണ് എന്നറിയിക്കുന്ന ആയത്തുകളിലേക്കാണ് പിന്നീട് 27-ാമത്തെ ആയത്ത് മുതൽ സഹോദരങ്ങളെ ഈ സൂറത്തിൽ ഉള്ളത്. നമുക്കൊന്ന് ആയത്ത്
വായിച്ചതിന് ശേഷം നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ റഫഅ സംകഹ ഫസവ്വാഹ വഅഗ്തശ ലൈലഹ വഅഖ്റജ ദുഹാഹ والأرض بعد ذلك دحاها أخرج منها ماءها ومرعاها والجبال أرساها متاعا لكم ولأنعامكم. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടു മുമ്പ് മുഅ്മിനീങ്ങൾക്ക് ആശ്വാസം നൽകുന്ന മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം ഇതാ ബഅസിനെ കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ച് സ്ഥിരീകരിച്ചുകൊണ്ട് അത് സംഭവിക്കുമെന്ന് ആളുകളെ അറിയിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാ. അഅൻതും, ആ ഹംസത്തുൽ ഇസ്തിഫ്ഹാം എന്ന് പറയും. ആ ഹംസക്ക് അറബി ഭാഷയിൽ പറയുന്ന പേരാണ് ഹംസത്തു അൽ ഇസ്തിഫ്ഹാം. അത് ആണോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു വാക്കാണ് ഈ ഹംസത്തുൽ ഇസ്തിഫ്ഹാം. അതിന് ഫത്ഹാണ് ഉണ്ടാവുക, അ എന്നുള്ളത്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ആ ഹംസയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അൻതും, അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ്. അൻതും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാണോ എന്നാണ് ആ ചോദ്യം. അൻതും, നിങ്ങളാണോ, അശദ്ദു ഖൽഖൻ, സൃഷ്ടിക്കപ്പെടാൻ വളരെ ശദീദായ അഥവാ കൂടുതൽ പ്രയാസമുള്ളത് നിങ്ങളാണോ, അമിസ്സമാ, അതല്ല ആകാശത്തെ സൃഷ്ടിക്കലാണോ കൂടുതൽ പ്രയാസമുള്ളത്, കൂടുതൽ ആവശ്യമായിട്ടുള്ളത്, കൂടുതൽ പ്രയാസമുള്ളത് അതാണോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. എന്നിട്ട് അതിന് അല്ലാഹു തആല പറയുകയാണ് അതിൻ്റെ ഉത്തരമായിട്ട്, ബനാഹ, അല്ലാഹു തആല ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. അൻതും, നിങ്ങളാണോ, അശദ്ദു ഖൽഖൻ, അശദ്ദു ഖൽഖൻ, സൃഷ്ടിക്കപ്പെടാൻ ഏറ്റവും ഷദീദായിട്ടുള്ള, ഷദീദ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ശക്തമായത് എന്നാണ്. അതിൻ്റെ അശദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൂപ്പർലേറ്റീവ്, ഏറ്റവും ഷദീദായത്, ഏറ്റവും കടുത്തത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമ്മൾ അഫ്ളൽ, ഏറ്റവും നല്ലത് എന്ന് പറയാറുണ്ട്. അക്ബർ, ഏറ്റവും വലുത് എന്ന് പറയാറുണ്ട്. അക്രം, ഏറ്റവും ആദരണീയമായത് എന്ന് പറയാറുണ്ട്. അങ്ങനെ അഫ് അൽ എന്ന വസനിൽ പറയുമ്പോൾ ഏറ്റവും എന്നുള്ള അർത്ഥത്തിലേക്ക് പറയും. അതുപോലെ അശദ്ദു എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം, ഏറ്റവും കടുത്തത്, ഏറ്റവും പ്രയാസമുള്ളത്. ഖൽഖൻ, സൃഷ്ടിക്കാനായിട്ട്, സൃഷ്ടിക്കപ്പെടാനായിട്ട്. അൻതും, നിങ്ങളാണോ ഏറ്റവും പ്രയാസമുള്ളത്. അമിസ്സമാ, അതല്ല ആകാശമാണോ. അം എന്ന വാക്കിൻ്റെ അർത്ഥം പൊതുവെ ഓർ എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഓർ, ഒ ആർ എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. അറബി ഭാഷയിൽ സാധാരണ അല്ലെങ്കിൽ എന്ന് പറയാൻ ഔ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാറുള്ളത്. ഔ, ജാ മുഹമ്മദുൻ ഔ സെയ്ദുൻ, മുഹമ്മദ് വന്നു അല്ലെങ്കിൽ സെയ്ദ് വന്നു. നമുക്ക് ആരാണെന്ന് അറിയാത്ത സമയത്ത് നമ്മൾ ഔ പറയും. എന്നാൽ ഒരു ക്വസ്റ്റ്യനാണ്, തുടക്കത്തിൽ ഒരു ചോദ്യചിഹ്നമുണ്ട് എങ്കിൽ ആ ഔ എന്നുള്ളതിന് പകരം അം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഭാഷാപരമായ നിയമമാണ്. ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിലേക്ക് നമ്മൾ പോകും. അൻതും അശദ്ദു ഖൽഖൻ, നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടാൻ ഏറ്റവും പ്രയാസമുള്ളത്. അമിസ്സമാ, അല്ലെങ്കിൽ ആകാശമാണോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉത്തരം അവൻ പറഞ്ഞു, ബനാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പടച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ യഥാർത്ഥത്തിൽ ആകാശത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത്. നിങ്ങൾ ഒട്ടകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന, ദീർഘദൂരം സഞ്ചരിക്കുന്ന ഒട്ടകത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പടച്ചിട്ടുള്ളത്? ഇതെല്ലാം വെറുതെ ഉണ്ടായതാണോ? അതുപോലെ തന്നെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ടില്ലേ? അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു ചോദിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ, ആകാശത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആകാശത്തിൻ്റെ വലിപ്പം അത് എത്ര വലുതാണ്, എത്ര വലിയ മേൽക്കുരയാണത്. അങ്ങനെയുള്ളൊരു മേൽക്കുരയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ മുകളിൽ നമുക്ക് സംരക്ഷണമായിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ആകാശത്തിൻ്റെ വലിപ്പം ആലോചിച്ചാൽ അത് വളരെ വലുതാണ്. എന്നാൽ അതിൻ്റെ ഖുദ്റത്തുകൾ ഓരോന്നോരോന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. അതിൽ നിന്നാണ് അല്ലാഹു തആല അതിലുള്ള മേഘങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നിന്നും മഴ നമുക്ക് പെയ്ച്ചു നൽകുന്നു. അതുപോലെ ഇതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആകാശത്തിന് ഒരു തൂണുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അല്ലെ? മനുഷ്യന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് പരിശ്രമിച്ചാൽ പോലും ഒരു തൂണില്ലാത്ത എന്തെങ്കിലുമൊക്കെ മേൽക്കൂര മനുഷ്യനുണ്ടാക്കാൻ പറ്റുമോ? മനുഷ്യനങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഒരു തൂണും ഇല്ലാതെ ഇങ്ങനെ നിർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കാത്തൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന് ഒരു തൂണ്, നമുക്ക് കാണുന്നതായ ഒരു തൂണും അതിനില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായി അത് വിധാനിച്ചിരിക്കുന്നു.
അതുപോലെ തന്നെ അതിലൊരു കുറവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വർഷാവർഷങ്ങളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി ആകാശങ്ങളെ ആളുകൾ കാണുന്നു, ആകാശത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകൾ കാണുന്നു. നമ്മൾ എവിടെയെല്ലാം നോക്കിയാലും യാതൊരു രൂപത്തിലുള്ള ന്യൂനത അതിലില്ല. അത് മനോഹരമാണ്, അതുപോലെ ന്യൂനതകളിൽ നിന്ന് മുക്തമാണ്, അത് ശക്തമാണ്. അത് അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വളരെ കൃത്യമായി സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. ഇനി ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് കേവലം ഒന്നാം ആകാശം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് 6 ആകാശങ്ങൾ വേറെയുണ്ട്. ഇതിനിടയിൽ മഹാലോകങ്ങളുണ്ട്, ഒരുപാട് ഗാലക്സികളും അങ്ങനെ ഒരുപാട് ഗ്രഹങ്ങളും. അങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ ഒരു തരി പോലത്തെ ഒരു ഗ്രഹം മാത്രമാണ് ഭൂമി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്രയും വലിയ ലോകവും അത്രയും വലിയ സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൊട്ടുമുകളിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതൊരു ഗവേഷണം നടത്തി മനസ്സിലാക്കേണ്ട ഒരു ദൃഷ്ടാന്തമല്ല. അങ്ങനെയുള്ള ദൃഷ്ടാന്തമാണ് അല്ലാഹു തആല ഖുർആനിൽ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം, എല്ലാവർക്കും കണ്ടാൽ തിരിച്ചറിയണം. അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ആയത്തുകൾ ആദ്യമായി ഇറങ്ങുന്നത് നമുക്കറിയാം മക്കയിലേക്കാണ്. അതുകൊണ്ടാണ് ഒട്ടകത്തെക്കുറിച്ചും ആകാശങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും അങ്ങനെ എല്ലാവർക്കും, ഏതൊരു നാടനായ ഒരു മനുഷ്യന് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന, ഒരുപാട് സയൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ശാസ്ത്ര പഠനമൊന്നും നടത്തി മനസ്സിലാക്കേണ്ട കാര്യമില്ല. ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് കേവലമായി അതിൻ്റെ ബാഹ്യ രൂപങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എത്ര വലിയ സൃഷ്ടിപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. എന്നിട്ടോ അതിന് യാതൊരു കുറവുകളോ ന്യൂനതകളോ ഒന്നും തന്നെ അതിന് സംഭവിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് അത് അല്ലാഹു പടച്ചിട്ടുണ്ട്. ഇനി ചിന്തിക്കുക, അപ്പോൾ നമ്മളെപ്പോലെയുള്ള വളരെ നിസ്സാരമായ, ഇനി ഈ ആകാശത്തെയും നമ്മളെയും ഒന്ന് നമ്മൾ താരതമ്യം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. എത്ര വലിയ ആകാശമാണ്, അതിൻ്റെ കീഴിൽ എത്ര പടപ്പുകളാണുള്ളത്. ഈ ആകാശവും ഭൂമിയും തട്ടിച്ചു നോക്കിയാൽ ഭൂമി ഒരു തരിയാണെന്നാണ് പറയുന്നത്. ആ ഭൂമിയിൽ എത്ര മാത്രമേ മനുഷ്യനുള്ളൂ? വളരെ കുറഞ്ഞ സ്ഥലത്താണ്. ഭൂമിയിൽ കൂടുതൽ സ്ഥലത്തും വെള്ളമാണ്. ബാക്കിയുള്ള കരയിൽ മുഴുവൻ മനുഷ്യൻ താമസിക്കുന്നില്ല. ആ ബാക്കിയുള്ള കരയിൽ വളരെ കുറഞ്ഞ സ്ഥലത്താണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യനെ വലിപ്പെടുത്തു നോക്കിയാൽ എത്ര ചെറുതായിരിക്കും, എത്ര നിസ്സാരമായിരിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കുക, മരണശേഷം ഈ നിസ്സാരമായ ഈ മനുഷ്യനെ വീണ്ടും പടക്കലാണോ പ്രയാസം, അതല്ല ഇത്ര വലിയ ആകാശത്തെ അല്ലാഹു തആല നിങ്ങൾക്ക് പടച്ചു കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ മരിച്ച് മണ്ണായി പോയാൽ, ചാരമായി പോയാൽ, നിങ്ങളെ കത്തിച്ചു ചാമ്പലാക്കി കളഞ്ഞു, കടലിൽ ഒഴുക്കി കളഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ മണ്ണിൽ നുരുമ്പിപ്പോയിരിക്കുന്നു, ഏത് രൂപത്തിൽ നിങ്ങൾ മരിച്ചു മണ്ണായാലും സഹോദരങ്ങളെ, അതിനെ വീണ്ടും സൃഷ്ടിക്കുക, ഒരു പുനരുത്ഥാനം സംഭവിക്കുക, അങ്ങനെ നിങ്ങൾ വിചാരണ നേരിടേണ്ടി വരിക, ഇതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല. അതിനേക്കാളും വലിയ പടപ്പുകളാണ് ചുറ്റും കണ്ടുകൊണ്ടേ നിങ്ങൾ ഇരിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പറയുന്നു റഫഅ സംകഹ ഫസവ്വാഹ. റഫഅ സംകഹ, അതിൻ്റെ വിധാനം, സംക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിരിക്കുന്നു. ഫസവ്വാഹ, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഫസവ്വാഹ എന്ന് പറഞ്ഞാൽ, റഫഅ സംകഹ എന്ന് പറഞ്ഞത് ആകാശത്തേക്ക് ഉയർത്തിയിട്ടാണുള്ളത്, നമുക്ക് കാണുന്ന ഒരു തൂണുമില്ലാതെ ഉയർത്തിയിട്ടാണുള്ളത്. ഫസവ്വാഹ എന്ന് പറഞ്ഞാൽ വഅഹ്കമഹ ഫലാ തറാ ഫീഹാ ഫുതൂറൻ വലാ ശുഖൂഖ, അതിലൊരു വിടവുകളോ പിളർപ്പുകളോ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത് പ്രത്യേകം എടുത്തു പറയാൻ, ഇത് സാധാരണ രീതിയിൽ മനുഷ്യന് പരിചയമുള്ള ഒരു കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. മനുഷ്യൻ അങ്ങനെയുള്ളൊരു സംവിധാനത്തെ മനുഷ്യൻ അറിയില്ല. ഇപ്പോൾ തന്നെ, ഇതിപ്പോൾ ഏത് കാലത്താണ്, ഇപ്പോൾ തന്നെ എല്ലാ ടെക്നോളജികൾ കണ്ടുപിടിച്ച കാലത്തും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിടവുകളോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു കുറവുമില്ലാത്ത, ഒരു തൂണില്ലാത്ത ഒരു മേൽക്കുര ഉണ്ടാക്കുക എന്ന് പറയുന്നത് മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല. ഇനി എന്തെല്ലാം കഷ്ടപ്പെട്ട് വളരെ കുറഞ്ഞ അങ്ങനെയുള്ളൊരു കെട്ടിടം ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മേൽക്കുര ഉണ്ടാക്കിയാൽ പോലും അതിൻ്റെ ലൈഫ് എത്രയാണ്, അത് എത്ര പെട്ടെന്നാണ് നശിച്ചു പോകുന്നത്. എന്നാൽ ആകാശം അതൊന്നും അതിന് സംഭവിക്കുന്നില്ല, അതങ്ങനെ നിലനിൽക്കുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ ചിന്തിക്കാൻ സാധിക്കാതെ ദുനിയാവിൻ്റെ ലോകത്ത് അതിൽ അതിൻ്റെ വർണ്ണങ്ങളിലും അതിൻ്റെ പളപളപ്പിലുമൊക്കെ കണ്ണ് മഞ്ഞളിച്ചു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ആകാശമൊക്കെ അതങ്ങനെ ഉണ്ടാവണമല്ലോ, അതൊക്കെ ആരെങ്കിലും വെറുതെ ഉണ്ടാവുമല്ലോ എന്ന് വെറുതെ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇത്ര നിൽക്കുന്നത്, ഇങ്ങനെ നിലനിൽക്കുന്നത്, വീഴുന്നില്ലല്ലോ, ഇതിങ്ങനെ വളരെ ഒരു തൂണ് കാണാത്ത രൂപത്തിൽ ഇതിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, ഇതിനൊരു വിള്ളലും സംഭവിക്കുന്നില്ല, വർഷങ്ങളായി
ഇതിന് ഒന്നും സംഭവിക്കുന്നില്ല എന്നൊന്നും മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഇത് മനുഷ്യൻ്റെ വലിയ ധിക്കാരം, അതല്ലെങ്കിൽ വലിയ അശ്രദ്ധയാണ് എന്ന് മനസ്സിലാക്കുക. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅഗ്തശ ലൈലഹ വഅഖ്റജ ദുഹാഹ, അതിലെ രാത്രിയെ അവൻ ഇരുട്ടാക്കുകയും അതിനെ പകലിനെ അവൻ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശത്തിൽ തന്നെയാണ് സൂര്യനെ സംവിധാനിച്ചിട്ടുള്ളത്. ആ ഒരൊറ്റ സൂര്യനെ കൊണ്ട് തന്നെയാണ് 2 ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവിപ്പിക്കുന്നത്. ഒന്ന് ഇരുട്ടാകുക എന്നുള്ളതാണ്. സൂര്യൻ ഒരു സ്ഥലത്ത് നിന്നും അസ്തമിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുട്ടായി. അത് ഒരു സ്ഥലത്ത് ഉദിക്കുമ്പോൾ അതവിടെ വെളിച്ചമുണ്ടാക്കുകയാണ്. ഈ ആകാശത്തിൽ തന്നെ നമുക്ക് ഇരുട്ടും വെളിച്ചവും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറി മാറി നൽകുകയാണ്. ഇതിൻ്റേതായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഭൂമിയിൽ ഇരുട്ട് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ ഇരുട്ട് കൊണ്ട് കിട്ടേണ്ട ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവിപ്പിക്കുന്നു. വഅഗ്തശ ലൈലഹ, രാത്രി അവൻ ഇരുട്ടാക്കുകയാണ്. വഅഖ്റജ ദുഹാഹ, അതുപോലെ തന്നെ അതിൻ്റെ പകലിനെ അവൻ പ്രത്യക്ഷപ്പെടുത്തുകയും അതിൽ വെളിച്ചം നൽകുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ദൃഷ്ടാന്തമാണ്. വൽ അർള ബഅദ ദാലിക് ദഹാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അതിനുശേഷം ഭൂമിയെ അവൻ വികസിപ്പിച്ചിരിക്കുന്നു. ദഹാഹ, വികസിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ മനുഷ്യർക്ക് വേണ്ട എല്ലാ രൂപത്തിലുള്ള കൂത്തുകൾ, അവന് വേണ്ട സംവിധാനങ്ങൾ, അവന് വേണ്ട ഭക്ഷ്യയോഗ്യമായ കാര്യങ്ങൾ, ചെടികൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഭൂമിയെക്കുറിച്ചിട്ടും ചിന്തിക്കണം. മറ്റു സൂറത്തിൽ വന്നതുപോലെ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർദി കൈഫ സുത്തിഹത്. ഭൂമി എങ്ങനെയാണ് അല്ലാഹു തആല പരത്തി നൽകിയത്. ഈ ഭൂമിയിൽ ഇളക്കമില്ലാതെ നമുക്ക് നിൽക്കാൻ സാധിക്കുന്നു. ഇളക്കമില്ലാതെ ഭൂമിയിൽ നിൽക്കാൻ സാധിക്കുന്നു. നമ്മൾ കഴിഞ്ഞ സൂറത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് വളരെയധികം ചതുപ്പുള്ള സ്ഥലവുമല്ല, നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ ചതുപ്പുള്ള സ്ഥലമല്ല. അങ്ങനെ നമുക്കിവിടെ നിൽക്കാൻ പറ്റൂല. അല്ലെങ്കിൽ മുഴുവൻ മൊട്ടക്കുന്നുമല്ല. അങ്ങനെ ആയാൽ മനുഷ്യന് അവന് വേണ്ട രൂപത്തിലുള്ള കൃഷിയോ സംവിധാനങ്ങളോ വെള്ളം കുഴിച്ചെടുക്കാനോ ഒന്നും സാധിക്കുകയില്ല. ഇതെല്ലാം യോഗ്യമായ രൂപത്തിലാണ് ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്. ഇനി ആ ഭൂമിയിൽ നിന്നുള്ള കാര്യത്തെ പറയുന്നു. അഖ്റജ മിൻഹാ മാഅഹ വമർആഹ, മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട 2 കാര്യമാണ് അൽ മാഉ വത്തആം, വെള്ളവും ഭക്ഷണവും. അള്ളാഹു ആ 2 ദൃഷ്ടാന്തത്തെക്കുറിച്ചാണ് പറയുന്നത്. അഖ്റജ മിൻഹ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്നും അതിലെ വെള്ളവും അതുപോലെ തന്നെ വമർആഹ, സസ്യജാലങ്ങളും അവൻ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വെള്ളവും നമുക്ക് വേണ്ട, ഭൂമിയിൽ എവിടെ കുഴിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെള്ളം നൽകുന്നുണ്ട്. അത് എത്ര വലിയ ദൃഷ്ടാന്തമാണ്. നമുക്ക് ഭൂമിയിൽ കിണർ കുഴിച്ചാൽ നമുക്ക് വെള്ളം കിട്ടുന്നു. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളം സ്റ്റോറേജാണ്. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കുറച്ചധികം കുഴിക്കണം, കുറച്ച് കുഴിച്ചാൽ മതി. ഇങ്ങനെ കുഴിക്കുമ്പോൾ ആവശ്യമുള്ള ശുദ്ധജലമാണ് നമുക്ക് കിട്ടുന്നത്, ചെളി വെള്ളമല്ല. എവിടെയാണ് വെള്ളമുള്ളത്? ചിന്തിച്ചു നോക്കൂ. മണ്ണിൻ്റെ ഉള്ളിലാണ് വെള്ളമുള്ളത്, അല്ലേ? അവിടെ ഇപ്പോൾ പുറത്ത് കണ്ടെയ്നർ ഉണ്ടോ? ഇല്ല. അവിടെ മണ്ണിനടിയിൽ വെള്ളം ഒഴുകുകയാണ്. പക്ഷെ നമുക്ക് കിട്ടുന്നതോ ശുദ്ധജലമാണ്. നമുക്ക് കുടിക്കാൻ ആവശ്യമുള്ള ഒരു രുചി, മണ്ണിൻ്റെ ഒരു രുചി അതിനില്ല. മണ്ണിൻ്റെ രുചിയില്ല, മണ്ണിലാണ് ഈ വെള്ളം ഉള്ളത്. മണ്ണിൻ്റെ രുചിയായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റാതിരിക്കുന്നില്ല. അല്ലെങ്കിൽ മണ്ണിൻ്റെ ഒരു കളർ, നിറം അതിനില്ല. ആ രൂപത്തിൽ പ്രയാസമൊന്നും അതിനില്ല. വളരെ ശുദ്ധമായി വെള്ളം എന്ന് പറയുമ്പോൾ തന്നെ അതിന് നിറമില്ല, അതിന് മണമില്ല, അതിന് ആ രൂപത്തിൽ പ്രത്യേക രുചി വ്യത്യാസങ്ങളൊന്നുമില്ല. ശുദ്ധമായ, മനുഷ്യന് കുടിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ശുദ്ധമായ രുചികരമായ കാര്യം, അവൻ്റെ ദാഹം ഏറ്റവും നന്നായി ശമിപ്പിക്കുന്നത് അത് വെള്ളം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു പറയുകയാണ്. അഖ്റജ മിൻഹാ മാഅഹ വമർആഹ, ആ വെള്ളം കൊണ്ട് മാത്രം മനുഷ്യന് ജീവിക്കാനും സാധിക്കുകയില്ല. അവന് ഭക്ഷ്യയോഗ്യമായ സസ്യജാലങ്ങളും സസ്യലതാദികളും മറ്റുമൊക്കെ വേണം. ആ മർആഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെയും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അഖ്റജ മിൻഹാ മാഅഹ വമർആഹ, ഈ മർആഹ അതിൻ്റെ സസ്യലതാദികൾ അത് മനുഷ്യനും ആവശ്യമാണ്, അതുപോലെ തന്നെ മൃഗങ്ങൾക്കും ആവശ്യമാണ്. മനുഷ്യന് ആവശ്യമായ കാര്യങ്ങൾ മനുഷ്യന് കിട്ടുന്നുണ്ട്. പച്ചക്കറികൾ കിട്ടുന്നുണ്ട്, ഇലവർഗ്ഗങ്ങൾ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ കായ്കനികൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്നാൽ ഇവിടെ മൃഗങ്ങളില്ലേ? മൃഗങ്ങൾ ഇതാണോ കഴിക്കുക? അല്ല. മൃഗങ്ങൾക്ക് വേണ്ട വൈക്കോലുകളും പുല്ലുകളും അവർക്ക് കൊത്തി തിന്നേണ്ടതും അവർക്ക് കടിച്ചു പറിച്ച് തിന്നേണ്ടതും ഇങ്ങനെയുള്ള സസ്യലതാദികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി നൽകിയിട്ടുണ്ട്. അവർക്ക് കുടിക്കേണ്ട അരുവികളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി. മൃഗങ്ങൾ കുടിക്കുന്നതാണെന്നില്ല, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് മൃഗങ്ങൾ എല്ലായിടത്തും കുടിക്കുന്നത്? അല്ല. അല്ലാഹു മൃഗങ്ങൾക്ക് വേണ്ട രൂപത്തിൽ അതിന് വേണ്ട അരുവികളും അതിന് വേണ്ട കായലുകളും ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരുക്കി നൽകിയിട്ടുണ്ട്. അഖ്റജ മിൻഹ മാഅഹ വമർആഹ. പിന്നീട് പർവ്വതത്തെക്കുറിച്ചാണ് പറയുന്നത്. വൽ ജിബാല അർസാഹ, വൽ ജിബാല അർസാഹ, ദാ പർവ്വതങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നു. പർവ്വതങ്ങളെക്കുറിച്ച് പറയാറുള്ളത്, അത് ഒന്ന് സ്വയം നിലക്ക് അത് ഉറച്ചതാണ്, പർവ്വതങ്ങൾ അനങ്ങുകയില്ല. സ്വയം നിലക്ക് അത് ഉറച്ചതാണ്. ഒരു കാറ്റ് വന്നാലോ കൊടുങ്കാറ്റ് വന്നാലോ പർവ്വതങ്ങൾ അനങ്ങുകയില്ല. അതാണ് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പർവ്വതങ്ങൾ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. സ്വയം നിലക്ക് ഉറച്ചതുമാണ്, സാബിത്താണ്, അതുപോലെ മുസ്ബിത്തുമാണ്, ഉറപ്പിച്ച് നിർത്തുന്നതുമാണ് എന്നാണ്. അല്ലെ, നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭൂമിശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, ഒരു പർവ്വതം എന്ന് പറയുന്നത് അതിൻ്റെ കുറഞ്ഞ ഭാഗമാണ് നമ്മൾ മുകളിൽ കാണുന്നത്, അത് തന്നെ വലുതാണ്. അതിൻ്റെ കൂടിയ ഭാഗം അത് ഭൂമിക്കടിയിലാണ് എന്നാണ് പറയുന്നത്. ഒരു ആണി കൊണ്ട് ഭൂമിയെ അടിച്ചുറപ്പിച്ചതുപോലെ എന്നാണ് ആ പർവ്വതത്തിൻ്റെ സൃഷ്ടിപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ ഭൂമിയെ ഭൂമിക്ക് ഇളക്കം തട്ടാത്ത രൂപത്തിൽ ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതമാകുന്ന ആണി കൊണ്ട് അവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. പർവ്വതത്തിൻ്റെ ഒരുപാട് ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങളുണ്ട്. അത് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കിട്ടും. ഇതാണ് ഖുർആനിൻ്റെ പ്രത്യേകത. അപ്പം ഞാനൊരാൾ പറയുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ ഓരോരുത്തർ ചിന്തിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് കിട്ടും. പർവ്വതത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഒന്നും രണ്ടൊന്നും ആയിരിക്കില്ല, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ഓരോ ദൃഷ്ടാന്തങ്ങളിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഖുർആനിൻ്റെ പ്രത്യേകത. അത് ഒരു തവണ വായിക്കുമ്പോൾ കിട്ടുന്ന അർത്ഥവും ആശയവും ആയിരിക്കില്ല നമുക്ക് മറ്റൊരു തവണ വായിക്കുമ്പോൾ, മറ്റൊരു തവണ ഉൾക്കൊള്ളുമ്പോൾ ലഭിക്കുക. എന്നാൽ അതിൻ്റെ ആശയങ്ങളും മറ്റുമൊക്കെ ഓരോരുത്തരും സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ഗവേഷണം നടത്തുക എന്നുള്ളതല്ല. അതിന് ചില അടിസ്ഥാനങ്ങളും ചില ഉസൂലുകളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് പാലിക്കുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്ത ആശയങ്ങൾ നമുക്ക് ഇതിൽ നിന്നും കിട്ടുമെന്നുള്ളത് ഖുർആനിൻ്റെ വലിയ പ്രത്യേകതയിൽപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു, മതാഅൻ ലക്കും വലി അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ടാണ്, മതാ ആയിട്ടാണ്, നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാനാണ് അല്ലാഹു തആല ഇതെല്ലാം നൽകിയിട്ടുള്ളത്. ഇത് പറയാണ്. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ചിന്തിച്ചാൽ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റബ്ബിലേക്ക് മടങ്ങണം. നമ്മൾ അഹങ്കാരികളാകാതെ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അനുഗ്രഹമാക്കി നൽകിയതാണ്, അതുകൊണ്ട് ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവനാണ് എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതം നല്ല രൂപത്തിൽ നമ്മൾ ജീവിതത്തെ കൊണ്ട് നടക്കണം. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, നമ്മൾ ആദ്യം പറഞ്ഞു, ഇതിനെല്ലാം കഴിവുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നീയാകുന്ന മനുഷ്യ നിസ്സാരനാണ് നീ. നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കേവലം ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും ഒരു മാതൃകയില്ലാതെ മുമ്പേ പടച്ചിട്ടുള്ളതാണ്. പിന്നീട് പടച്ചു വലുതായി നീ മണ്ണോട് ചേർന്നാൽ അവിടെ മണ്ണിലെങ്കിൽ നീ ബാക്കിയുണ്ട്. അതിൽ നിന്നും നിന്നെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇതൊന്നും പോലെ വലിയൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അതിപ്പോൾ കോടാനുകോടികൾ മനുഷ്യരെ കൂട്ടിയാൽ പോലും, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനം വരെയുള്ള മനുഷ്യരെല്ലാവരും കൂടിയാൽ പോലും അത് ഭൂമി നിറഞ്ഞു പോവുമോ? ഇല്ല. അവരെല്ലാവരും ഇപ്പോൾ ഈ ഭൂമിൻ്റെ അകത്തുണ്ട്. അത് വേറൊരു പ്രത്യേകതയാണ് ഭൂമിയുടെ. ജീവിച്ച് മരിച്ചു പോകുന്ന മനുഷ്യരൊക്കെ ഈ ഭൂമിൻ്റെ അകത്ത് തന്നെ മണ്ണായി നിൽക്കുകയാണ്. ഭൂമി എന്നിട്ട് വലുതായി പോകുന്നുണ്ടോ? എത്ര കോടാനുകോടി മനുഷ്യരാണ് ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത്? എത്ര കോടാനുകോടി മനുഷ്യരാണ് ഇതിന് മുകളിൽ സഞ്ചരിച്ച് ജീവനോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ സൂറത്തിൻ്റെ ആയത്തിൽ പറഞ്ഞതുപോലെ ഒരൊറ്റ ഒരു ഘോര ശബ്ദം മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാവരും ഇതിൻ്റെ അടിയിൽ നിന്നും നിഷ്പ്രയാസം പുറത്തേക്ക് വരുന്നതാണ്. ഇതൊന്നും സൃഷ്ടിക്കുന്നത് പോലെയുള്ള പ്രയാസമുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിൽ സംശയിച്ചുകൊണ്ട് നിങ്ങൾ അന്ത്യനാളിനെ നിഷേധിക്കേണ്ടതില്ല, വിചാരണയെ നിഷേധിക്കേണ്ടതില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് സഹോദരങ്ങളെ, ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകുകയാണ്. ഫഇദാ ജാഅത്തി താമ്മത്തുൽ കുബ്ര. ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ജാ എന്ന് പോലെയുള്ള വാക്കുകളൊക്കെ പാരായണം ചെയ്യുന്ന സമയത്ത് നല്ല മദ്ദ് വേണം. അത് മദ്ദ് ലാസിം എന്ന് പറയും. ഫഇദാ ജാഅത്തി താമ്മ എന്ന രൂപത്തിൽ തന്നെ പാരായണം ചെയ്യണം. നമ്മൾ പാരായണം ചെയ്ത് ഇവിടെ ഇപ്പോൾ സമയക്കുറവ് കാരണം പഠിപ്പിക്കുന്നില്ല. നിങ്ങളത് എന്ത് ചെയ്യണം? ഖിറാഅത്ത് കേൾക്കണം. നല്ല ഖിറാഅത്തുകൾ, തജ്വീദിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഖിറാഅത്തുകൾ കേൾക്കുക. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഓതും ഫൈദാ ജാഅത്തി താമ്മത്തുൽ കുബ്ര ആ രൂപത്തിൽ സ്പീഡിൽ ഓതും. അങ്ങനെയല്ല, അവിടെ അതിൻ്റേതായ മദ്ദുണ്ട്, നീട്ടി ഓതണം. ജാ എന്ന രൂപത്തിലുള്ള ആയത്ത് വരുമ്പോൾ ഒരു അലിഫിന് ശേഷം ആ ഹംസ വരുന്ന സമയത്ത് അത് വളരെയധികം 6 ഹർഫിൽ നീട്ടണം. അതൊക്കെ നമ്മൾ പഠിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഫൈദാ ജാഅത്തി താമ്മത്തുൽ കുബ്ര. എന്താണ് താമ്മത്തുൽ കുബ്ര എന്ന് പറയുന്നത്? ആ മഹാവിപത്ത് അത് വരുന്ന സമയത്ത്, ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യമാണ് ആ താമ്മത്തുൽ കുബ്ര, ഭയാനകത
നിറഞ്ഞിട്ടുള്ള ഒരു വലിയ വിപത്ത് അത് വന്നു കഴിഞ്ഞാൽ ഫൈദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്ര, ആ ത്വാമ്മത്തുൽ കുബ്ര മഹാവിപത്ത് അത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ? യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, യൗമ യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ അന്നേ ദിവസം ഓർമ്മിക്കുന്നതാണ്, മനുഷ്യൻ അന്നേ ദിവസം ഓർമ്മിക്കുന്നതാണ് മാ സഅ, അവൻ അധ്വാനിച്ചു കൂട്ടിയ അവൻ്റെ നന്മകളാകട്ടെ തിന്മകളാകട്ടെ ഇതിനെക്കുറിച്ചൊക്കെ മനുഷ്യൻ അന്നേ ദിവസം ഓർമ്മിക്കുന്നതാണ് എന്നാണ്. ഭൂമിയിൽ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് തിന്മകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതൊന്നും അവൻ പിന്നീട് ഓർക്കാറില്ല, അവൻ മറന്നുപോകും. പല തിന്മകളും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും വലിയ തിന്മകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ നിസ്സാരമായ തിന്മകൾ മറന്നുപോകും. ഇനി വലിയ ഗൗരവമുള്ള തിന്മകളാകട്ടെ മാസങ്ങൾ കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ മനുഷ്യൻ മറന്നുപോകും. അങ്ങനെ ഒരു തെറ്റ് ചെയ്തതായിട്ടേ അവൻ ഓർമ്മയില്ല. അങ്ങനെ പലതും അവൻ മറന്നുപോയിട്ടുണ്ട്. അവൻ കൊടുത്തു വീട്ടേണ്ട പല ഹക്കുകളും ഇടപാടുകളിലും മറ്റുമൊക്കെയുള്ള ഹക്കുകളൊക്കെ അവൻ വിസ്മരിച്ചു പോയിട്ടുണ്ട്, മറന്നുപോയിട്ടുണ്ട്, അവൻ നിസ്സാരമായി കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നേ ദിവസം യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, ആ ദിവസം, ആ യൗം എന്ന് പറയുന്നത് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തദക്കറ എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തം ചിന്തിച്ച് മനസ്സിലാക്കും, അവൻ ആലോചിച്ച് മനസ്സിലാക്കും, ഓർക്കും. യതദക്കറുൽ ഇൻസാനു മാ സഅ, അവൻ എന്തെല്ലാമാണ് അധ്വാനിച്ചിട്ടുള്ളത്, എന്തെല്ലാം നന്മകൾ അവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, എന്തെല്ലാം തിന്മകളാണ് അവൻ്റെ അക്കൗണ്ടിലുള്ളത്, ഇതെല്ലാം സഹോദരങ്ങളെ ആ ദിവസം അവൻ ഓർക്കുന്നതാണ്. അവൻ ഓർക്കാൻ വേണ്ടിയിട്ട് അവൻ ഇനി ഓർക്കുന്നില്ലെങ്കിലോ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള, വിചാരണ ചെയ്യുന്നതിന് മുമ്പ് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള അവൻ്റെ കിതാബ് അവൻ നൽകപ്പെടുന്നുണ്ട്. അതിൽ ചെറുതോ വലുതോ ആയ ഒരു കാര്യവും അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്താതെ വിട്ടിട്ടില്ല. അത് തന്നെ അവൻ സ്വന്തമായി വിചാരണ ചെയ്യാൻ മതിയായതാണ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അവനത് നൽകുന്നത്. അതിലൊന്നും റബ്ബ് സുബ്ഹാനഹു വ തആല മറന്നിട്ടോ അവൻ അറിയാതെയോ ഒന്നും അവിടെ കഴിഞ്ഞു പോകുന്നില്ല, എല്ലാം അതിലുണ്ട് എന്നാണ് പറയുന്നത്. അതെല്ലാം മനുഷ്യൻ ഓർക്കുന്ന ഒരു രംഗം വരും എന്നാണ് പറയുന്നത്. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, ആ അന്ത്യനാളിൽ മനുഷ്യൻ താൻ അധ്വാനിച്ചു വെച്ചതിനെ കുറിച്ച് അവൻ ഓർക്കുന്ന ദിവസമാണ് എന്നാണ്. അവിടെ നമ്മൾ പറഞ്ഞു വിചാരണയുണ്ട്. ആ വിചാരണയിൽ എല്ലാവരും ഒരേപോലെയല്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് അന്നേ ദിവസം ഓർക്കാനുള്ളതെല്ലാം മനോഹരമായ ഭൂമിയിലുള്ള ജീവിതങ്ങൾ മാത്രമായിരിക്കും. അവർക്ക് യാതൊരു വിചാരണയോ ഒരു ശിക്ഷയോ ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപ്രവേശനം എളുപ്പമാക്കി നൽകും. ഒരു വിചാരണ ഇല്ല, ഒന്നും ചോദിക്കില്ല. നേരെ നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് പോലെ നമുക്ക് ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് നമുക്ക് പോകാം. ആരും നമ്മളെ തടയുകയില്ല. ഒരു ശിക്ഷയും അവന് ഇതിനു മുമ്പായി അനുഭവിക്കേണ്ടി വരില്ല. ഖബറിലുമില്ല, പരലോകത്തെവിടെയുമില്ല. എല്ലാ പരലോകത്തിൻ്റെ രംഗങ്ങളിലും അവന് എളുപ്പം മാത്രമാണ്. അവന് വിചാരണ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. വേറെ ചിലരുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഹിസാബൻ യസീറ, എളുപ്പമുള്ള വിചാരണ ഉണ്ടാകും. അഥവാ അവന് കാര്യമായിട്ടൊന്നും വിചാരണ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് അവനെ പെട്ടെന്ന് അവനെ പറഞ്ഞുവിടും. അവൻ ചെയ്തു പോയ തിന്മകളുണ്ടെങ്കിൽ അതൊരു മറയിട്ടുകൊണ്ട് നിന്നാൽ ഇന്ന് തിന്മകൾ ചെയ്തിട്ടില്ലേ എന്ന് അവൻ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊന്നും മറന്നുപോയിട്ടില്ല, റബ്ബ് ഇത് കണ്ടിട്ടുണ്ട്, അവൻ്റെ അഫു കൊണ്ട്, അവൻ്റെ മാപ്പ് കൊണ്ട്, അവൻ്റെ മഗ്ഫിറത്ത് കൊണ്ട്, പാപവചനം കൊണ്ട് നീ രക്ഷപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പരലോകത്തിൽ ആളുകളുടെ മുന്നിൽ അവരെ വഷളാക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്ത് മടങ്ങിയ ആളുകളെ, അല്ലെങ്കിൽ നല്ല ഹൃദയമുള്ളവരെ റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പമുള്ള വിചാരണ ചെയ്ത് പറഞ്ഞയക്കുന്നതാണ്. വേറെ ചിലരോട് വളരെ കൂലങ്കഷമായ വിചാരണ ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ വന്നതുപോലെ മന്നൂഖിഷൽ ഹിസാബ് ഉദ്ദിബ്, ആരുടെയെങ്കിലും വിചാരണ അതൊരു മുനാഖശ രൂപത്തിൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കഴിഞ്ഞാൽ അവന് ശിക്ഷ ലഭിച്ചത് തന്നെ എന്നാണ് പറയുന്നത്. അതുപോലെ പരലോകത്ത് ദുനിയാവിൽ അവൻ ചെയ്തു കൂട്ടിയ തിന്മകൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ വഷളായി പോകുന്ന ആളുകളെല്ലാവരെയും അറിയുന്ന രൂപത്തിൽ വഷളായി പോകുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെ 4 രൂപത്തിലുണ്ട്. അപ്പം അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ വിചാരണ ചെയ്തു വിടുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന ആളുകൾ ഈ പറയുന്ന 2 വിഭാഗമാണ്. ഒരു വിചാരണയുമില്ലാതെ പോകുന്നവർ, അല്ലെങ്കിൽ ഹിസാബൻ യസീർ, എളുപ്പമുള്ള വിചാരണ ചെയ്ത് അവർക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ. മനുഷ്യൻ അന്നേ ദിവസം അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ചിന്തിക്കും, ഓർക്കുമെന്നാണ് പറയുന്നത്. പിന്നീട് നരകത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്, പരലോകത്തുള്ള വബുർരിസത്തിൽ ജഹീമു ലിമയ്യറ, കാണുന്നവർക്ക് വേണ്ടി നരകം വെളിവാക്കപ്പെടും. നരകം കാണാതെ ഒരാളും ഉണ്ടാവുകയില്ല എന്നാണ്. സ്വർഗത്തിലേക്ക് പോകുന്നവർ പോലും നരകത്തെ ഒന്ന് കാണും.
നരകത്തിന് അരികിലൂടെ പോകാതെ ഒരാളും ഉണ്ടാവുകയില്ല. നരകത്തിൻ്റെ ഭയാനകത, അതിൽ നിന്നാണ് രക്ഷപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് സ്വർഗ്ഗക്കാർ സ്വർഗത്തിലേക്ക് പോകുക. അതുപോലെ മുഴുവൻ മനുഷ്യരും സഹോദരങ്ങളെ നരകത്തെ കാണുക തന്നെ ചെയ്യും. നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ ഖുർആനിലുമൊക്കെ നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നരകത്തിന് 70 സിമാം, 70 ചങ്ങലകളുണ്ട്. ഓരോ ചങ്ങലകളിലും സഹോദരങ്ങളെ 70,000 മലിക്, 70,000 മലക്കുകൾ. 70 ചങ്ങലയുണ്ട്. ഓരോ ചങ്ങലയിലും 70,000 ശക്തരായ മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്ന നരകമാണുള്ളത്. അഥവാ 49 ലക്ഷം മലക്കുകളാണ് 49 ലക്ഷം മലക്കുകളാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. അപ്പം എത്ര വലിയ നരകമായിരിക്കും, എത്ര വലിയ കത്തിയാളുന്ന നരകമായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ദുനിയാവിൽ തന്നെ വലിയൊരു തീക്കുണ്ടാരം കണ്ട മനുഷ്യൻ പേടിച്ചു. വലിയൊരു തീക്കുണ്ടാരം, തീ ഇങ്ങനെ കത്തുന്നത് കണ്ടാൽ ദുനിയാവിൽ തന്നെ മനുഷ്യൻ പേടിച്ചു പോകും. അവനവിടെ കണ്ടു നിൽക്കാൻ പോലും സാധിക്കില്ല, അങ്ങനെ തീ കത്തിപ്പടരുന്നത് കണ്ടാൽ. അത്ര വലിയ കാര്യമാണ് തീ എന്ന് പറയുന്നത്. അപ്പോൾ ആ പരലോകത്ത് നരകത്തെക്കുറിച്ച് പറയുന്നത് അത് 49 ലക്ഷം മലക്കുകൾ വലിച്ചു കൊണ്ടുവരികയാണ്. 70 ചങ്ങലകളിൽ, ഓരോ ചങ്ങലകളിലും 70,000 മലക്കുകൾ സഹോദരങ്ങളെ ഉണ്ട്. അങ്ങനെയുള്ളൊരു രംഗം എല്ലാവരും കാണും. ഒബുരിസത്തിൽ ജഹീമു ലിമയ്യറ, കാണുന്നവർക്ക് വേണ്ടി നരകം വെളിവാക്കപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നീട് പറയുന്നു ഫഅമ്മാമൻ തഗ വആസറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ ഫഅമ്മാമൻ തഗ. ഇത് ആദ്യം പറഞ്ഞ ഫൈദാ ജാഅത്തി താമ്മത്തുൽ കുബ്ര, അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു പൂർണ്ണമാക്കുന്നില്ല. അങ്ങനെയുള്ള താമ്മത്തുൽ കുബ്ര, മഹാവിപത്ത്, അത് വന്നു കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞത്. പിന്നീട് നരകത്തിൽ പരലോകത്തുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക, അതിൻ്റെ ജവാബ് പറയുന്നത് അന്നേ ദിവസം ഫഅമ്മാമൻ ത്വഗ, അന്ന് ആരൊക്കെയാണ് അതിര് കവിഞ്ഞവരായി അവിടെ ഉണ്ടാകുന്നത്. ഭൂമിയിൽ അതിര് കവിഞ്ഞവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നു ഫഅമ്മാമൻ തജാവസൽ ഹദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാത്തിനും ഒരു പരിധി വെച്ചിട്ടുണ്ട്. ആ പരിധി വിട്ട ആളുകളെ കുറിച്ചിട്ടാണ് ഫഅമ്മാമൻ ത്വഗ എന്ന് പറയുന്നത്. വലം യൽസം ഹുദൂദ റബ്ബിഹ്, അവൻ്റെ റബ്ബിൻ്റെ പരിധികൾ അവനത് പാലിച്ചിട്ടില്ല. വലം യുഅല്ലിം ശആഇറ റബ്ബിഹ്, അവൻ്റെ റബ്ബിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളെയൊന്നും അവൻ ബഹുമാനിച്ചിട്ടില്ല. ബൽ കഫറ ഔ അസ, അവൻ നിഷേധിച്ചു അല്ലെങ്കിൽ ധിക്കരിച്ചു. വലം യഗ്ഫിരില്ലാഹു ലഹു മഅസിയത, അവൻ്റെ തിന്മകളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാപ്പാക്കി കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഫഅമ്മാമൻ ത്വഗ എന്ന് ഇവിടെ പറയുന്നത്. അതല്ലാതെ തിന്മകൾ സംഭവിച്ചു പോയ എല്ലാവരും തുഗ്യാൻ ചെയ്ത ആളുകൾ തന്നെയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ മാപ്പാക്കി കൊടുത്ത ആളുകളുണ്ടാകും. തിന്മകൾ സംഭവിച്ചു പോയി ഇസ്തിഗ്ഫാർ തേടി നല്ല ജീവിതത്തിലേക്ക് മടങ്ങി അവർക്ക് അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കും. അവരെക്കുറിച്ചിട്ടല്ല ആദ്യം പറയുന്നത്. മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ ബഹുമാനിക്കാത്ത, ദീനി ചിഹ്നങ്ങളെ ബഹുമാനിക്കാത്ത, റബ്ബിൻ്റെ പരിധികളെ വകവെക്കാത്ത, തിന്മകൾ ചെയ്തുകൊണ്ടിരുന്ന, കുഫറുകൾ ചെയ്തുകൊണ്ടിരുന്ന, എന്നിട്ട് അള്ളാഹു പുറത്തു തരാത്ത രൂപത്തിൽ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുന്ന ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ഫഅമ്മാമൻ ത്വഗ, എന്തുകൊണ്ട്, എങ്ങനെയാണ് അവൻ പരിധി ലംഘിച്ചത്? വആസറൽ ഹയാത്തദ് ദുനിയ, ആസറ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തു, അൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിനാണ് തിരഞ്ഞെടുത്തത്. ഏത് രംഗം വരുന്ന സമയത്തും ദുനിയാവിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും അവൻ ചെയ്യാറില്ല. ദുനിയാവിന് ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല. എന്നാൽ ദീനിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതോ അത് ചെയ്യുകയും ചെയ്യും. ദീൻ അവന് വിഷയമല്ല, ദുനിയാവാണ് അവന് വിഷയം. ദുനിയാവിന് പ്രയാസമുണ്ടാകുന്ന കാര്യം വന്നാൽ അവൻ ദീൻ ഉപേക്ഷിക്കും. നിസ്കാരം ഉപേക്ഷിക്കുന്നതിനോ, നോമ്പ് ഉപേക്ഷിക്കുന്നതിനോ, സാമ്പത്തികമായ ഇടപാടുകളിൽ ആളുകളെ വഞ്ചിക്കുന്നതിനോ, ഹക്കുകൾ കൊടുത്തു വിട്ടാത്തതിനോ ഒന്നൊരു പ്രയാസം അവനില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുനിയാവാണ് അവൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. വആസറൽ ഹയാത്തദ് ദുനിയ, ഇഹലോക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം അവൻ നൽകി. അങ്ങനെയുള്ള ആളുകൾക്ക് അന്നേ ദിവസം ആ താമ്മത്തുൽ കുബറയുള്ള മഹാവിപത്ത് സംഭവിക്കുന്ന ദിവസം അവൻ എന്താണുള്ളത്? ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ, ജഹീമായിരിക്കും, നരകമായിരിക്കും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സങ്കേതമായി നൽകുക എന്നുള്ളത്. ഒന്നാമത്തെ വിഭാഗം ഇതാണ്. അതായത് ദുനിയാവിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ നിയമങ്ങളൊന്നും അവൻ പാലിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് പരിധി ലംഘിച്ചുകൊണ്ട് അവൻ ജീവിക്കുകയായിരുന്നു. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയോ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുകയോ ഒന്നും ചെയ്യാതെ പരിധി ലംഘിച്ച കുത്തഴിഞ്ഞ ജീവിതമാണ് ദുനിയാവിൽ അവൻ കാഴ്ചവെച്ചിട്ടുള്ളത്. അവരെക്കുറിച്ചാണ് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅമ്മാമൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ. എന്നാൽ ഇപ്പുറത്തൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവരാരാണ്? വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ. വഅമ്മാമൻ ഖാഫ, ആരാണ് ഭയപ്പെട്ടവർ? എന്തിനാണ് അവർ ഭയപ്പെട്ടത്?
മഖാമ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ മുന്നിൽ ഒരു മഖാമുണ്ട്, ഇന്ന് നിൽക്കേണ്ടി വരും, റബ്ബിൻ്റെ മുന്നിൽ ഇതിനെല്ലാം വിചാരണ നേരിടേണ്ടി വരും എന്ന് ഭയന്നുകൊണ്ട്. എന്താണ് ആ ഭയം എന്ന് പറയുന്നത്? വെറുതെ മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല, അതിന് ചില റിസൾട്ടുണ്ട്. ആ റിസൾട്ടിൽ പെട്ടതാണ് വനഹൻ നഫ്സ അനിൽ ഹവ, ദേഹേച്ഛകളിൽ നിന്നും തൻ്റെ ശരീരത്തെ അവൻ പിടിച്ചു വെച്ചു. റബ്ബിന് ഭയമുണ്ട് എന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ഭയമുണ്ടായാൽ എന്ത് ചെയ്യും? അവൻ ഹറാമുകളിൽ നിന്നും തൻ്റെ ദേഹേച്ഛയെ പിടിച്ചു വെക്കുന്നതാണ്. ഷെയ്ഖ് സുലൈമാൻ റഹൈലി ഹഫ്ളഹുല്ലാ അദ്ദേഹം പറയുന്നു, ഫഅലിമ ഫീ ദുനിയാഹു അൻ അല്ലാഹ യറ, അവൻ ദുനിയാവിൽ തന്നെ മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല ഇതവൻ കാണുന്നുണ്ട്. വ അൻ അല്ലാഹ യസ്മഉഹു, അല്ലാഹു ഇത് കേൾക്കുന്നുണ്ട്. വ അന്നഹു സയർജിഉ ഇലാ റബ്ബിഹി, അവൻ തൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്നതാണ്. വ അന്ന റബ്ബഹു സയുകല്ലിമുഹു, അവൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നതാണ്. ഒരു തുർജുമാനില്ലാതെ, ഒരു പരിഭാഷ ചെയ്യാൻ ഒരാളില്ലാതെ തന്നെ റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാ ഭാഷക്കാരോടും സംസാരിക്കുന്നവനാണ്. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വതആല പരലോകത്ത് സംസാരിക്കും. അതുകൊണ്ട് ഫത്തഖല്ലാഹ് വത്തഖൽ യൗമല്ലദീ യുർജഉ ഫീഹി ഇലല്ലാഹി അസ്സ വജൽ, അതുകൊണ്ട് അവൻ റബ്ബിനെ സൂക്ഷിച്ചു, റബ്ബിലേക്ക് മടങ്ങുന്ന ആ ദിവസത്തെക്കുറിച്ച് അവൻ സൂക്ഷിച്ചു. ഫസജറ നഫ്സഹു അനിൽ ഹവ അല്ലദീ യദ്ഉഹ ഇല തർക്കിൽ വാജിബാത് വഫിഅലിൽ മുഹറമാത്, അതുകൊണ്ട് തന്നെ ഹറാമുകൾ ചെയ്യുന്നതിൽ നിന്നും വാജിബുകൾ നിർബന്ധമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ നിന്നും അവൻ അവൻ്റെ നഫ്സിനെ, അവൻ്റെ മനസ്സിനെ, ശരീരത്തെ അവൻ പിടിച്ചു വെച്ചു. ഫലം യുത്യ നഫ്സഹു അൽ അമ്മാറത്തു ബിസ്സൂ, തിന്മകളിലേക്ക് അടുപ്പിക്കുന്ന, തിന്മകൾ കൽപ്പിക്കുന്ന നഫ്സിനെ അവൻ അനുസരിച്ചിട്ടില്ല. വലം യുത്യ ഷയാത്തീനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിലെയും ജിന്നിനെയും പിശാചുക്കളെ അവൻ അനുസരിച്ചില്ല. വലം യുത്യ ഹവാഹു, അവൻ്റെ ദേഹേച്ഛകളെ അവൻ അനുസരിച്ചില്ല. വ ഇന്നമാ അഫ്ലഹ ഫഖറജ മിൻ ദാഇയതി ഹവാഹു ഇലാ താഅതി മൗലാഹു ഫആശ താഇഅൻ ലിറബ്ബിഹി, അവൻ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? അവൻ അവൻ്റെ ദേഹേച്ഛകളിൽ നിന്നും പുറത്തു കടന്നുകൊണ്ട് അവൻ്റെ മൗലായ റബ്ബിനെ, അവൻ്റെ യജമാനനായ റബ്ബിനെ അനുസരിക്കുന്നതിലേക്ക് അവൻ മടങ്ങി. അവന് റബ്ബിന് വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം അവൻ നയിച്ചു. വ ഇൻ സല്ലത്തിൽ ഖദം, അവൻ്റെ കാലൊന്ന് പേച്ചുപോയാൽ തിന്മകൾ സംഭവിക്കുന്നതാണ് പറയുന്നത്. വഗലബ അദ്ദഅഫു അലൈഹി, അവൻ്റെ ദുർബലത അവനെ കീഴടക്കിയാൽ അപ്പോഴാണ് അവൻ പല തിന്മകളിലേക്കും സംഭവിക്കുന്നത്. സാറഅ ബിന്നദം അവൻ ആ തിന്മയിൽ നിന്നും ഖേദിച്ചു മടങ്ങും, ഇനിയൊരിക്കലും ആ തിന്മയിലേക്ക് മടങ്ങുകയില്ല എന്നുറപ്പിക്കും. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വതആലയിലേക്ക് അവൻ എന്തു ചെയ്യും? അവൻ മടങ്ങും. അങ്ങനെ ചെയ്ത ആളുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ എന്ന് പറഞ്ഞാൽ ഈ വിഭാഗം ഒരിക്കലും ഒരു തിന്മയും അവരുടെ ഇടയിൽ സംഭവിക്കുകയില്ല എന്നല്ല. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഉടൻ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട്, പാപമോചനം ചെയ്തുകൊണ്ട്, റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട്, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ്. ഫൈനൽ ജന്നത ഹിയൽ മഅ്വ, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു അവർക്ക് സ്വർഗമായിരിക്കും സങ്കേതം. ദുനിയാവിൽ അവൻ്റെ ദേഹേച്ഛകളെ പിടിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ ദേഹേച്ഛകൾ പലതും അവനോട് കൽപ്പിക്കും. ഓരോരുത്തരും വ്യത്യസ്ത രൂപങ്ങളിലാണ് പരീക്ഷിക്കപ്പെടുക, എല്ലാവരും ഒരേപോലെയല്ല. ചിലർക്ക് ദേഹേച്ഛ അവന് സ്ത്രീകളുടെ വിഷയത്തിലായിരിക്കും, ചിലരുടെ ദേഹേച്ഛ സാമ്പത്തികമായ ഇടപാടുകളുടെ വിഷയത്തിലായിരിക്കും, ചിലർക്ക് ദേഹേച്ഛ ഭൗതികമായ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ഓരോരുത്തരുടെയും ദേഹേച്ഛ വ്യത്യസ്തമാണ്, ഓരോ പ്രായത്തിലെയും ദേഹേച്ഛ വ്യത്യസ്തമാണ്. ഒരു യൗവനത്തിലുണ്ടാകുന്ന ദേഹേച്ഛ പോലെയല്ല ഒരു പ്രായമായ ആളുകൾക്കുണ്ടാവുക. യൗവനത്തിലുണ്ടാകുന്ന ദേഹേച്ഛ മറ്റൊന്നായിരിക്കും, പ്രായമായാൽ അവരുടെ ദേഹേച്ഛ വേറെ ചില കാര്യങ്ങളിലായിരിക്കും. എല്ലാ സമയത്തും ദേഹേച്ഛയെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ദേഹേച്ഛയെ അവൻ പിടിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ, അവന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സിന് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഭവനമായി, സ്ഥിരഭവനമായി ഒരിക്കലും പുറത്തു കടക്കേണ്ടി വരികയില്ല. അതാണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത. സ്വർഗത്തിൽ കിടന്ന ഒരാൾ ഒരിക്കലും പുറത്തു കടക്കേണ്ടി വരികയില്ല. ഓരോ ദിവസവും അവൻ്റെ സുഖാനുഭൂതികൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അവന് യാതൊരു മടുപ്പും അവിടെ ഉണ്ടാവുകയില്ല, ഒരു പ്രയാസവും അവിടെ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള സ്വർഗമായിരിക്കും അവൻ്റെ മഅ്വ, അവൻ്റെ സങ്കേതം അതായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവസാന ഭാഗത്ത് പറയുന്നു യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ, അന്ത്യസമയത്തെ കുറിച്ച്. അസ്സാഅ എന്ന് പറഞ്ഞാൽ അന്ത്യദിനം എന്നാണ് അർത്ഥം. സാഅ എന്ന് പറഞ്ഞാൽ നമ്മൾ സമയം എന്ന് പറയാറുണ്ട്. സാഅ അത്താസിഅ 9 മണി, അസ്സാഅ അൽ ആശിറ 10 മണി എന്ന് പറയും അല്ലെ. ഇപ്പോൾ എത്ര സമയം? അസ്സാബിഅ വനുസ്ഫ് എന്നൊക്കെ നമ്മൾ പറയും, 7:30 എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അസ്സാഅ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലിഫ് ലാം ഇട്ടുകൊണ്ട് അസ്സാഅ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഷർഇൽ
അന്ത്യസമയത്തെക്കുറിച്ചിട്ടാണ്. യസ് അലൂനക്ക, അവർ നിന്നോട് ചോദിക്കുന്നു, യസ് അലൂനക്ക നിന്നോട് ചോദിക്കുന്നു, അനിസ്സാ അന്ത്യദിനത്തെക്കുറിച്ച്, അയ്യാന മുർസാഹ അതെപ്പോഴാണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആരാണിത് ചോദിക്കുന്നത്? മുഅ്മിനീങ്ങളാണോ മുശ്രിക്കുകളാണോ? മുഫസ്സിറുകൾ പറഞ്ഞു രണ്ടും സാധ്യതയുള്ളതാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ അവർ അതിനെക്കുറിച്ച് ചോദിക്കുന്നത് അതിനുവേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. അന്ത്യദിനം എപ്പോഴാണ് എന്നവർ ചോദിക്കുന്നത് അതിനുവേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും മനുഷ്യൻ ചോദിച്ചല്ലോ, മത്തസ്സാ യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് അന്ത്യദിനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാദാ അഅദത്ത ലഹ, നീ അതിനുവേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ മുഅ്മിനീങ്ങളുടെ ചോദ്യമാണ് എങ്കിൽ അവർ അതിനുവേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. എപ്പോഴാണ് മരണം, എപ്പോഴാണ് അന്ത്യദിനം, അത് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും എൻ്റെ അന്ത്യം സംഭവിച്ചാലോ എന്ന് പേടിച്ചുകൊണ്ട് എപ്പോഴും അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. എന്നാൽ കാഫിറിൻ്റെ ചോദ്യം അതിനെ പരിഹസിച്ചുകൊണ്ടാണ്, അത് സംഭവിക്കുകയില്ല എന്നുള്ള രീതിയിലാണ്. എപ്പോഴും ഈ അന്ത്യദിനം എന്ന രൂപത്തിലായിരിക്കും അവരുടെ ചോദ്യം. അന്ത്യദിനമൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടോ, ഇവിടെ മനുഷ്യൻ ആരെങ്കിലുമൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടോ, എന്നാലല്ലേ നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കേണ്ടതുള്ളൂ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് വളരെ കൃത്യമായി ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അന്ത്യദിനത്തെക്കുറിച്ച് അറിയുക. അവൻ അത് അറിയിച്ചു തരാത്തത് അവൻ്റെ മഹത്തായ ഹിക്മത്ത് അതിൻ്റെ മുന്നിലുണ്ട്, അതുപോലെ അവൻ്റെ പരീക്ഷണം അതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് തന്നെയാണ് അത് അറിയിച്ചു തരാതിരുന്നത്. ഫീമ അൻത മിൻ ദിക്റാഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഇവർ ചോദിക്കുന്നത്. അല്ലാഹു പറയുന്നു, നിനക്കതിനെക്കുറിച്ചൊന്നും അറിയുകയില്ല. ഫീമ അൻത മിൻ ദിക്റാഹ, നിനക്കൊന്നും അറിയുകയില്ല. അല്ല, ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്നിട്ട് സഹാബികളെ ദീൻ പഠിപ്പിച്ച സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്, ഹദീസ് ജിബ്രീൽ. അതിൽ അവസാനമായി ചോദിക്കുന്നത് എന്താണ്? മത്തസ്സാ അല്ലേ, എപ്പോഴാണ്? അഖ്ബിർനി അനിസ്സാ എന്നാണ് ചോദിക്കുന്നത്. അഖ്ബിർനി അനിസ്സാ, അന്ത്യദിനത്തെക്കുറിച്ച് എനിക്ക് അറിയിച്ചു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ്? മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ചോദിക്കപ്പെട്ടവന് ചോദിച്ചവനേക്കാൾ ഇതിൽ യാതൊരു വിവരവുമില്ല. എനിക്കറിയില്ല എന്ന് മാത്രം പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല എന്ന് മാത്രം പറഞ്ഞിട്ടില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും മനുഷ്യൻ അറിയും എന്ന് വരാൻ സാധ്യതയുണ്ട്. മറിച്ച് അവിടുന്ന് വളരെ കൃത്യമായൊരു മറുപടിയാണ് പറഞ്ഞത്. മൽ മസ്ഊലു അൻഹാ ബിഅഅലം മിനസ്സാഇൽ, ചോദിച്ചവനേക്കാൾ ചോദിക്കപ്പെട്ടവൻ ഈ വിഷയത്തിൽ ഒരു അറിവില്ല. അപ്പോൾ ലോകത്താർക്കും അറിവില്ല. അപ്പോൾ പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തെക്കുറിച്ച് അറിയില്ല. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലായിക്കളുടെ കൂട്ടത്തിൽ ആകാശലോകത്ത് ഏറ്റവും ശ്രേഷ്ഠരായ പടപ്പാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിനും അറിയില്ല. അപ്പം അന്ത്യദിനം ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരിൽ പറഞ്ഞൊരു കാര്യമാണ്, ആരെങ്കിലുമൊക്കെ ഇന്ന സംഭവങ്ങൾ സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞാൽ അന്ത്യദിനം സംഭവിക്കും, അല്ലെങ്കിൽ ഇന്ന വെള്ളിയാഴ്ച അന്ത്യദിനമാണ്, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ അന്ത്യദിനമാണ് എന്ന് കൃത്യമായി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കളവാണ്. അന്ത്യദിനത്തെക്കുറിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ ആർക്കും അറിയില്ല. സാധാരണക്കാരായ ആൾ ബേജാറാക്കാൻ വേണ്ടി പലരും പറയാറുണ്ട്, ഒരു വർഷത്തിൽ ഇങ്ങനെ വെള്ളിയാഴ്ച വന്നു, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും ഇതൊക്കെ ഒരുമിച്ച് വന്നാൽ അന്ത്യദിനം വരും എന്ന് ബേജാറാകുന്ന ആൾക്കാരുണ്ട്. അന്ത്യദിനം നമ്മൾ പേടിക്കണം, പക്ഷേ അത് കൃത്യമായി ഇന്നതാണ് സംഭവിക്കുക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഇത്ര വർഷം കഴിഞ്ഞാൽ സംഭവിക്കും, ഇതൊക്കെ വളരെ കൃത്യമായി അറിയിച്ചു തരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ വല്ല ഹദീസും കണ്ടാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക അത് മൗദൂആയ ഹദീസാണ്. അതിന് സനദ് പോലും പരിശോധിക്കേണ്ട ആവശ്യമില്ല. കാരണം അന്ത്യദിനം ഇന്ന വർഷം സംഭവിക്കും, ഇന്ന തീയതിക്ക് സംഭവിക്കും എന്ന് പറയുന്നതെല്ലാം തന്നെ തെറ്റായ കാര്യമാണ്. കാരണം അള്ളാഹു അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ച് നൽകിയിട്ടേയില്ല. അത് അള്ളാഹു താലക്ക് മാത്രമേ അറിയുന്ന, അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ത്? അന്ത്യദിനത്തെക്കുറിച്ച്. അതാണ് ഇവിടെ പറയുന്നത്, ഫീമാ അൻത മിൻ ദിക്റാഹ, അതിനെക്കുറിച്ച് നിനക്ക് യാതൊന്നും അറിയുകയില്ലല്ലോ നബിയെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. എന്നിട്ട് പറഞ്ഞു, ഇലാ റബ്ബിക മുൻതഹഹ, താങ്കളുടെ റബ്ബിലേക്കാണ് അതിനെക്കുറിച്ചുള്ള അറിവിൻ്റെ മുൻതഹ, അതിൻ്റെ അവസാനം. റബ്ബിന് മാത്രമേ അത് അറിയുകയുള്ളൂ എന്ന് അവിടെ തന്നെ വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നമ അൻത മുൻദിറു മൻ യഖ്ശാഹ, അതിനെ ഭയപ്പെടുന്നവർക്ക് ഒരു മുൻദിറാണ്, ഒരു താക്കീതുകാരനാണ് താങ്കൾ. അതുമാത്രമാണ് താങ്കൾ. താങ്കൾ എന്ത് ചെയ്യുക? ആളുകൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക. താക്കീത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ? താക്കീത് എല്ലാവർക്കുമുണ്ട്. പക്ഷെ അത് ഉപകാരം ചെയ്യുന്നത് ആർക്കാണ്? ഉപകാരം ചെയ്യുന്നത് അള്ളാഹുവിന് ഭയപ്പെടുന്നവർക്കാണ്. എല്ലാവർക്കും താക്കീതുണ്ട്, എല്ലാവരെയും താക്കീത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഉപകാരപ്പെടുന്നത് ലിമൻ യഖ്ശാഹ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രമാണ് എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, അന്നേ ദിവസം എങ്ങനെയായിരിക്കും ഉണ്ടാകുക, മുശ്രിക്കുകൾ എങ്ങനെയാണ് ആ ദിവസം കാണുക എന്നുള്ളത് അല്ലാഹു തആല പറയുന്നു അവസാനത്തെ ആയത്തിൽ, കഅന്നഹും യൗമ യറൗനഹ ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ദുഹാഹ. അത് അവർ കാണുന്ന ദിവസം, അഥവാ അന്ത്യദിനത്തിൽ ഈ പറയുന്ന
എല്ലാ രൂപത്തിലുള്ള ശിക്ഷയും മറ്റുമൊക്കെ കാണുന്ന ദിവസം അവർ ചിന്തിക്കുന്നു, ദുനിയാവിൽ അവർ കഴിച്ചു കൂട്ടിയത് എന്തുമാത്രമാണ്. ലം യൽബസു, അവർ കഴിച്ചു കൂട്ടിയിട്ടില്ല. ഇല്ല അഷിയത്തൻ ഔ ദുഹാഹ. അഷിയ എന്ന് പറഞ്ഞാൽ ജവാലുഷംസ്, അഥവാ സൂര്യൻ പടിഞ്ഞാറേക്ക് നീങ്ങിക്കഴിഞ്ഞു മഗ്രിബ് വരെയുള്ള പകലിൻ്റെ രണ്ടാം പകുതിക്കാണ് അഷിയത്ത് എന്ന് പറയുക. അതിൻ്റെ ആദ്യ പകുതിക്കാണ് സൂര്യൻ ഉദിച്ചൊന്ന് ഒരു ചാണിന് മുകളിലെത്തി അത് തലക്ക് നേർമുകളിലാകുന്നത് വരെയുള്ള സമയത്തിനാണ് ദുഹ എന്ന് പറയുക. ആ സമയത്താണ് നമ്മൾ ദുഹാ നിസ്കാരം നിസ്കരിക്കുന്നത്. അവർക്ക് ഒന്നുകിൽ ഇതൊരു പകലിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ പകലിൻ്റെ രണ്ടാം പകുതി, ഇതേപോലെയുള്ള കുറഞ്ഞൊരു സമയം മാത്രമായിട്ടാണ് അവർക്കതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നാണ് പറഞ്ഞത്. അവസാനത്തെ ആയത്തിൽ സഹോദരങ്ങളെ പറയുന്നു, കഅന്നഹും യൗമ യറൗനഹ, അതവർ കാണുന്ന ദിവസം അവർ ചിന്തിക്കും, ലം യൽബസു ഇല്ല അഷിയത്തൻ ഔ ദുഹാഹ. ഭൂമിയിൽ അവർ കഴിച്ചുകൂട്ടിയത് സഹോദരങ്ങളെ അവർ ചിന്തിക്കുന്നത് ഒരു അഷിയത്ത്, ഉച്ചശേഷം ഉച്ചതിരിഞ്ഞുള്ളൊരു സമയം, ഔ ദുഹാഹ അല്ലെങ്കിൽ രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉച്ചവരെയുള്ള സമയം, അത്ര മാത്രമേ ദുനിയാവിൽ അവർ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന ദിവസമാണ് എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ അദ്ദേഹം പറയുന്നു, വഫിഹാദ ഇഷാറത്തുൻ ഇല ഹഖാറത്തി ദുന്യ വസുറഅത്തി സവാലിഹ. ഇതിൽ വ്യക്തമായ സൂചനയാണ് എന്ത്? ഒന്ന്, ദുനിയാവ് വളരെ ഹഖാറത്താണ്, വളരെ നിന്ദ്യമായൊരു കാര്യം മാത്രമാണ്. വസുറഅത്തി സവാലിഹ, ഇത് പെട്ടെന്ന് ഇത് നീങ്ങിപ്പോകും. നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും 30 കഴിഞ്ഞവരും 40 കഴിഞ്ഞവരും 50 കഴിഞ്ഞവരും 60 കഴിഞ്ഞവരൊക്കെ ഉണ്ടാകും. ഇന്നലകളിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ എത്ര പെട്ടെന്നാണ് തീർന്നത്. നമുക്ക് ഒരുപാട് കാലം ജീവിച്ച പോലും തോന്നില്ല. നമ്മൾ 10 വർഷം മുമ്പ് സംഭവിച്ചൊരു കാര്യം ഇന്നലകളിൽ സംഭവിച്ചതുപോലെയാണ്. ഇത് അവസാനം നമ്മൾ മരിക്കാൻ നേരത്തും നമുക്ക് അങ്ങനെയാണ്. മൊത്തം ജീവിതം നമ്മളൊന്ന് തട്ടിച്ചു നോക്കുമ്പോൾ അത് വളരെ നിസ്സാരമാണ്. ഇനി അനന്തമായ ആഖിറത്തിലെ കുറിച്ച് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ 60ഓ 70ഓ ഇനി നമ്മൾ 1000 വർഷം ജീവിച്ച നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുള്ള ജനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്തായിരിക്കും? അതിനെക്കുറിച്ച് തട്ടിച്ച് നോക്കിയാൽ വളരെ നിസ്സാരമായ, ഞാൻ ദുനിയാവിലൊരു പകല് അതിൻ്റെ പകുതിയെ ജീവിച്ചിട്ടുള്ളൂ എന്ന് തോന്നും. ഇതെന്തിനാണ് പറഞ്ഞു തരുന്നത്? ഇത് പറഞ്ഞു തരുന്നത് സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് അനന്തമായി ബാക്കിയുള്ള സ്വർഗത്തെ പണയപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തെ നഷ്ടമാക്കിക്കൊണ്ട് ഈ കേവല ദുനിയാവിൻ്റെ പിന്നിൽ പോകരുത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അവസാനം ദുനിയാവ് ഇത്രേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. എല്ലാം കഴിയുമ്പോൾ ഈ കുറഞ്ഞ ഒരു ദിവസത്തിൻ്റെ പകലിന് വേണ്ടിയിട്ട് ആണ് നിങ്ങൾ പല ആസ്വാദനങ്ങളും നിങ്ങൾ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി ചെയ്തത്. സാമ്പത്തികമായതാകട്ടെ മറ്റേത് കാര്യങ്ങളിലാകട്ടെ നിങ്ങൾ പരലോകത്തെ നഷ്ടപ്പെടുത്തിയത് ഈ നിസ്സാരമായ മണിക്കൂറുകൾ മാത്രം ജീവിക്കുന്ന ഒരു കാര്യത്തെ വേണ്ടിയിട്ടാണ് എന്നാണ്. നമ്മൾ പലപ്പോഴും പലതും ഈ ദുനിയാവിൽ വാങ്ങിക്കൂട്ടുന്നത് വാരിക്കൂട്ടുന്നത് ഒരുപാട് കാലം ഇവിടെ ജീവിക്കുന്നത് പോലെയാണ്. മരണമില്ല എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. അദ്ദേഹം പറയുന്നു, വഫിഹാദ ഇഷാറത്തുൻ ഇല ഹഖാറത്തി ദുന്യ വസുറഅത്തി സവാലിഹ, അത് പെട്ടെന്ന് നീങ്ങിപ്പോകും എന്നതിന് സൂചനയുണ്ട്. വഖില്ലതിഹ ഫമൽ ഹയാത്തു ദുന്യ വമതഉഹ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. ആഖിറത്തിനെ തട്ടിച്ചു നോക്കുമ്പോൾ ദുനിയാവിൻ്റെ സുഖ സൗകര്യങ്ങളും സുഖാനുഭൂതികളും ഇല്ല ഖലീൽ, അത് വളരെ കുറവാണ്. യാ വൈ, അതുകൊണ്ട് നഷ്ടം. വയാ ഖസ്റത മൻ ഖദ്ദമൽ ഖലീൽ അലൽ കസീർ, കുറഞ്ഞതിനു വേണ്ടി ഒരുപാടുള്ള കാര്യത്തെ കുറഞ്ഞതിനെ ഒരുപാടുള്ളതിനേക്കാളും മുന്തിച്ചവന് വലിയ നഷ്ടമാണ്. വഖദ്ദമൽ ഫാനി അലൽ ബാഖി, നശിച്ചു പോകുന്നതിനെ ബാക്കിയാകുന്ന കാര്യത്തിനെ തൊട്ട് മുന്തിച്ചവന് അവൻ നഷ്ടമാണ്. ഖദ്ദമ മാ ലാ യബ്ഖാ മിൻഹു ഷൈ, ഒന്നും ബാക്കിയില്ലാത്ത കാര്യത്തിനെ മുന്തിച്ചവന് അവൻ നഷ്ടമാണ്. ബൽ കുല്ലമാ ഫീഹി യമുർ, ദുനിയാവിലുള്ള എല്ലാം അത് നീങ്ങിപ്പോകുന്നതാണ്. ഇല്ലാമാ യസ്ആ ബിഹിൽ ഇൻസാനു മിനൽ അമൽ, മനുഷ്യൻ അവൻ അമലാക്കി സൽക്കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമാത്രമാണ് ഫഇന്നഹു മക്തൂബുൻ അലൈഹി വമുലാഖി, അത് അവന് വേണ്ടി രേഖപ്പെടുത്തുകയും നാളെ അവൻ കണ്ടുമുട്ടുകയും ചെയ്യുന്നത് അതുമാത്രമാണ്. യാ ഹസ്രത മൻ ഖദ്ദമ ഹാദൽ ഫാനി അൽ ഹഖീർ അല്ലദി ലാ യുസാവി ഇൻദല്ലാഹ് ജനാഹ ബഊല അലൽ ബാഖി ദായിം ഫഖാദഹു ദാലിക ഇലൽ ജഹീമി വലിഇയാദു ബില്ലാഹ്. അദ്ദേഹം പറയുന്നു, എത്ര നഷ്ടമാണ് ഈ ഫാനിയായ നശിച്ചു പോകുന്ന നിന്ദ്യമായ ദുനിയാവിനെ മുന്തിക്കുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര പോലും വിലയില്ലാത്ത ദുനിയാവിനെ മുന്തിക്കുകയും അങ്ങനെ അനന്തമായ സ്വർഗത്തെ പണയപ്പെടുത്തുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവൻ എത്ര വലിയ നഷ്ടമാണ്. ഫഖാദഹു ദാലിക, ഇതിങ്ങനെ തിരഞ്ഞെടുത്തതിന് പകരമായിട്ട് അവൻ വെറുതെ ഒന്ന് നഷ്ടപ്പെടുക എന്ന് മാത്രമല്ല, ഫഖാദഹു ദാലിക ഇലൽ ജഹീം,
അങ്ങനെ നരകത്തിലേക്ക് ഇത് നയിക്കുകയും ചെയ്യും. വൽ ഇയാദു ബില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാക്കുമാറാകട്ടെ എന്ന് പറയാണ് അദ്ദേഹം ഇതിനെ വിശദീകരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിയും. നമ്മൾ ഈ ദുനിയാവിൽ എത്ര വർഷം ജീവിച്ചാലും അതൊരു ദിവസത്തിൻ്റെ ഒരു പകുതിൻ്റെ അത്രേ നമ്മൾ ജീവിച്ചിട്ടുള്ളൂ. അത്ര മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ആ കുറഞ്ഞ സമയം ഞാനൊന്ന് ക്ഷമിച്ച് നിന്നിരുന്നെങ്കിൽ എന്ന് നമുക്ക് പിന്നീട് ചിന്തിച്ചു പോകും. അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കാനാണ്. നമ്മൾ എത്ര വർഷമായിട്ടുണ്ടെങ്കിലും എത്ര മുന്നോട്ടുണ്ടെങ്കിലും ഇതൊക്കെ വളരെ കുറഞ്ഞ പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കുക. പ്രയാസം വരുന്ന സമയത്ത് പലിശയിലേക്ക് പോകാതെ ഒന്ന് ക്ഷമിക്കുക. ഇത് തീരും, ഇതിപ്പോൾ തീരാനുള്ളതാണ്, കുറഞ്ഞ സമയത്തേ ഉള്ളൂ. ഒന്ന് ശരിക്കും ക്ഷമിച്ചാൽ നമുക്ക് സ്വർഗമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഏതൊരു ഹറാമിലേക്കും നമ്മുടെ ശരീരം മാടി വിളിക്കുന്ന സമയത്ത്, പിശാചിക ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത്, മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾ നമ്മളെ മാടി വിളിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഇത് വളരെ കുറഞ്ഞ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടാണ്, വളരെ കുറഞ്ഞ കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ടാണ് വലിയൊരു നഷ്ടം നമ്മൾ ഉണ്ടാക്കുന്നത്. വലിയ അനന്തമായ സുഖസൗകര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഈ നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ദുനിയാവ് തന്നെ എത്ര തന്നെ ഉണ്ടെങ്കിലോ നമ്മൾ ചിന്തിച്ചു നോക്കുക, നിസ്സാരമല്ല, കുറഞ്ഞ കാലമല്ല. ദുനിയാവ് നമുക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് വർഷം ഇവിടെ ജീവിക്കുമെങ്കിലോ, എന്നാലും ആഖിറത്തുമായി തട്ടിച്ചു നോക്കിയാൽ എന്താണ് അവസ്ഥ? ദുനിയാവ് നശിക്കും. അതാണ്, നശിക്കുക എന്നുള്ളത് തന്നെ ദുനിയാവിൻ്റെ നിന്ദതക്ക് മതിയാകുന്നതാണ്. ആഖിറത്ത് നശിക്കുകയില്ല, അത് എന്നെന്നും ബാക്കിയാകുന്ന കാര്യമാണ്. അതാണ് നമ്മൾ സൂറത്തുൽ അലയിൽ ഓരോ തവണയും നമ്മൾ ഓതുന്നത്. അതാണ് ഓരോ തവണയും നമ്മൾ അവസാനത്തിൽ ഓതുന്ന കാര്യം അതാണ്. വലൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ. തീർച്ചയായും ആഖിറത്ത് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ഖൈറുള്ളതും ബാക്കിയാകുന്നതും അതുമാത്രമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സൂറത്തിൽ നമ്മളെ കാര്യമായി ചിന്തിപ്പിക്കേണ്ടത് നാളൊരു വിചാരണയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ചെറുതും വലുതുമായ ഓരോ കാര്യത്തെക്കുറിച്ചും വിചാരണ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്മകളാകട്ടെ തിന്മകളാകട്ടെ ചെയ്യുന്ന സമയത്ത് റബ്ബിനെ കണ്ടുമുട്ടേണ്ടതുണ്ട് എന്ന ചിന്തയോടുകൂടി ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനും തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.